ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും പൂരിക്കും അതുപോലെ തന്നെ അപ്പത്തിനായാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നല്ല കോൾഡൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ 2 ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തത്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നല്ല വോയിസിനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. നമുക്കിതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഏകദേശം 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ആ ഒരു ചിക്കനിലേക്ക് പിടിക്കണ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് മറന്നു പോയതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയും ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വെച്ച ചിക്കനെ നമ്മൾ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മെൽറ്റായിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് ഒരൊറ്റ വിസിലടിച്ചിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ മതി. ആ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന ഒരു വൈറ്റ് കളറ് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ബട്ടറാണ്. അതാണ് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു വൈറ്റ് കളറാണ് വരിക. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള അതുപോലെ സ്ക്വയർ പീസായി സ്ലൈസ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം അതും സ്ക്വയർ പീസായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു വലിയ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഏകദേശം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിൻ്റെ എരിവാണ് നമുക്ക് ഈ ഒരു മസാലയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആ ഒരു മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു മസാല ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കന് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. ഈ ഒരു കളറൊക്കെ ഒന്ന് മാറി ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു റെസിപ്പി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയാ സോസും കൂടി നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്ട്. ഇനി 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വാങ്ങുന്ന സമയത്ത് അതിൽ ഒരു ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കാൻ മാറ്റി വയ്ക്കുമല്ലോ. എന്നാൽ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ അധികം എരിവില്ലാണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത്. സോസൊക്കെ ഒന്ന് ഒഴിച്ച ശേഷം നമ്മൾ 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റും കൂടി
കുക്ക് ചെയ്തെടുക്കാം. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ്, ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മാറി വരും. ഇതൊന്നുമല്ല, കാരണം ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കറിക്ക് തന്നെ ടേസ്റ്റ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മസാല ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മസാല വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതേ പാനിൽ തന്നെ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചിക്കൻ മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാല കൂടിയാണിത്. നമുക്ക് എന്തായാലും ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ ഇതാ 1 ടീസ്പൂണ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസ് ആക്കിയിട്ടുള്ള ബട്ടർ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു മൈദാമാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ക്രീമായിട്ട് വരും. ആ ഒരു കളർ വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ ചെറിയ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലാദ്യം നമുക്ക് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ മെല്ലെ മെല്ലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പകുതിയായിട്ട് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് ഇത് തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് കൂടി പാലൊഴിച്ച് കൊടുക്കാം. ഈ ഒരു വൈറ്റ് സോസിൻ്റെ ക്രീമാണ് നമ്മുടെ ആ ചിക്കനിൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വരുന്നത്. നമ്മൾ 1 ടീസ്പൂൺ മൈദാമാവാണ് എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് പാലോളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. ആ ഒരു ലെവൽ വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിതുവരെ ഈ ഒരു വൈറ്റ് സോസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വൈറ്റ് സോസ് തിക്കായി വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ആ 2 കപ്പും പാലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു വൈറ്റ് സോസ് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സമയത്തുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് സോസ് നമ്മുടെ ചിക്കനിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരുപാട് നേരം ഇങ്ങനെ ചൂടാക്കി എടുക്കണം എന്നൊന്നുമില്ല. ആ സോസ് നന്നായി തിക്കായി വരും. അതുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതും ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ട് സെർവ് ചെയ്യണ നേരത്ത് മാത്രം നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു വൈറ്റ് സോസ് ചിക്കൻ ഗ്രേവി ഓഫ് ചെയ്ത് വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് ഞാനൊരു പാത്രത്തിൽ സെർവ് ചെയ്ത ശേഷം കുറച്ചുകൂടി ആ ഒരു എള്ളിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്